എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച ചെടികൾക്ക് എന്ത് സംഭവിച്ചു, അതുപോലെ മണി പ്ലാന്റിന് ഞാൻ കൊടുക്കുന്ന വളം എന്താണ്, ഒരു സീക്രട്ട് വളം കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ നിങ്ങളെ കാണിക്കാം. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പറ്റിയ ചെറിയ അബദ്ധങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റെയർ കേസിന് വെച്ച ഈ ഒരു പ്ലാന്റ്സിനൊക്കെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വെള്ളം ഇതുപോലെ ഡ്രൈ ആയിന്ന് കാണുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചേർക്കണേ. ഒരു ഗ്ലാസ് വെള്ളം ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് 2 പ്രാവശ്യമായിട്ട്. അപ്പം ഇന്ന് ഞാൻ നോക്കുമ്പം ഏകദേശം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പുറത്തെടുത്ത് കൊണ്ടുപോയി വെക്കാതെ രക്ഷയില്ല, ഇലകളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതിനെ ഇന്നൊന്ന് കുളിപ്പിച്ചെടുക്കാമെന്ന്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാ ചെടികളും തന്നെ ഞാൻ മണി പ്ലാന്റ് ഇവിടെ നിന്ന് എടുക്കുന്നില്ല കേട്ടോ. ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് പുറത്തെടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം ചീറ്റിച്ച് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ ഒന്നിക്കലും നല്ല ഓസ് ഇട്ടിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ പൈപ്പിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് നല്ലതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ച് ഫുൾ ഇലകളടക്കം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊടികളും അതുപോലെ ഇതിന് കുറച്ച് ദിവസം വെള്ളമൊന്നും കിട്ടാതെ ഇങ്ങനെ കിടക്കുമല്ലേ, ഇച്ചിരി വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കിട്ടുമ്പോൾ അതിനൊരു സന്തോഷമാവും. ഒന്ന് കുളിച്ച് കുട്ടപ്പനാക്കി എടുക്കുക ചെടികളെയൊക്കെ. ശരിക്കും ഇല്ലേ, നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുക, നല്ല സ്നേഹത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളോടൊക്കെ പെരുമാറുന്ന പോലെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഇത് തിരിച്ച് നല്ലതുപോലെ റിസൾട്ട് തരും കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇടയ്ക്കാണ് ഇതൊക്കെ ചെയ്യാറ്, ഒന്ന് കുളിപ്പിച്ചെടുക്കലൊക്കെ. അപ്പോൾ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണി പ്ലാന്റ്സിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇതിന് വെയിൽ വേണ്ടേ, അതുപോലെ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളില്ലേ എന്ത് ചെടികൾ വെക്കുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും പുറത്തെടുത്തുകൊണ്ട് വെക്കണം. അപ്പോൾ ഇതേ നമ്മുടെ മണി പ്ലാന്റ് അവസ്ഥയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, കുറേ ഇലകൾ മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറേയൊക്കെ പൊട്ടിയിട്ടും പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പുറത്തെടുത്ത് കൊണ്ടുപോയി വെക്കാതെ രക്ഷയില്ല. പക്ഷേ ഞാൻ ഇന്ന് ഈ മണി പ്ലാന്റ് കൊണ്ടുവെക്കുന്നില്ല, ബാക്കിയുള്ളതൊക്കെയാണ് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ നിന്ന് തന്നെ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരാഴ്ചയും കൂടെ പോട്ടെ എന്ന് വിചാരിച്ചു. ഏകദേശം 1-1.5-2 ആഴ്ചയുടെ അടുത്തായിട്ടോ ഇത് ഇതുപോലെ കിടക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇലകളൊക്കെ മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളം അധികം പുറത്തോട്ടൊന്നും പോവാതെ ഒരു കപ്പിൽ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുന്നേ ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഴ്ചക്ക് ചില ദിവസങ്ങളിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓവറായിട്ട് ഒഴിക്കരുത്, കാരണം നമ്മൾ ഇൻഡോർ വെക്കുന്നതല്ലേ. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമ്മൾ അഥവാ വെള്ളം ഒഴിക്കുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ മറിഞ്ഞ് തെന്നി വീഴാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഫ്ലോറൊക്കെ അങ്ങനെ വൃത്തികേടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിത് നല്ല തിരക്കില്ലാത്ത ദിവസമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുക. നമ്മൾ ധൃതിയിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടെ അലങ്കോലാവും. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് അതിനാവശ്യമില്ല വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അടിയിൽ ആ വൈറ്റ് പോട്ടില്ല, അതിന് ഹോളില്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഹോളില്ല ചട്ടിയാണെങ്കിൽ എന്തായാലും നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് ഈ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നഴ്സറി പോയപ്പോൾ ഒരു വളം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ DAP കൂട്ടിയിരിക്കുന്ന തന്നെ ഇൻഡോർ പ്ലാന്റ്സിനുള്ള വളം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരീക്ഷണം ചെയ്തത് ഈ ഒരു ചെടിയിലായിരുന്നു. അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഞാനതിന് വളമൊക്കെ കൊടുത്ത് ഒന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പോൾ അകത്തെടുത്ത് വെച്ചപ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഇലകളും അതുപോലെ നല്ല വലിയ ഇലകളും കിട്ടിയിട്ടുണ്ട്. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചെടികൾ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഏത് വളമാണെന്ന് നിങ്ങളെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റ്സിനെല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുന്നേ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ബോട്ടിലൊക്കെ വെള്ളമായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയൊരു പരിപാടി കൂടെ ഉണ്ട്. നമ്മുടെ ഹാങ്ങിങ് പോട്ട് 2-3 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പിറ്റ്യൂണിയ ചെടികളൊക്കെ തൂക്കിയിട്ടുണ്ടായില്ലേ. അപ്പോൾ അതിന് ചെറിയൊരു അബദ്ധം പറ്റി, അത് നിലത്ത് വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് പോട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഹാങ്ങിങ് പോട്ട്. അപ്പോൾ ഇതിൽ നിറച്ചും പൂക്കൾ നിറഞ്ഞ് കിടപ്പുമായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാൻ തന്നെ കണ്ണ് വെച്ചിട്ടുണ്ടെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഇതിന് 3 കളേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് വലിയ മണമൊന്നുമില്ല, പക്ഷേ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഡബിൾ പെറ്റൂണിയ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി. നിങ്ങളത് നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഒരു മനസ്സിലാവുള്ളൂ കേട്ടോ. അത്രയും ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ
ഫ്രണ്ട് സൈഡിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ദിവസം ഓരോ ദിവസമായിട്ട് ഇതുപോലെ ചട്ടിയടക്കം നിലത്ത് വീണ് പൊട്ടി ചെടിയും നാശമായി, അതുപോലെ മണ്ണും എല്ലാം കൂടെ കുളമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു പോട്ടിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോട്ട് ൻ്റെ ഒരു ഹാങ് ചെയ്യുന്ന ആ ഒരു വള്ളിയില്ലേ, ആ ഒരു വള്ളി നമ്മുടെ ഇതൊന്നുമല്ല എന്ന് പറയുന്നത്, ചങ്ങലയൊന്നുമല്ല, നൈസായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ഫില്ല് ചെയ്യുന്നതും മാറ്റി നിറയ്ക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിറച്ചും പൂത്തു നിൽക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ ഇന്ന് മാറ്റി നിറയ്ക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇതുപോലൊരു പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഹാങ് ചെയ്യുന്ന സാധനം ചങ്ങലയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിറ്റും എന്തായാലും താങ്ങും. പിന്നെ ഞാനിതിൽ കൂടുതലായിട്ട് മണൽ നിറച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിറ്റൂണിയ ചെടിക്ക് മണൽ നല്ലതാണ്. നമ്മുടെ ബാക്കിയുള്ള മണ്ണിനെക്കാളും മണലാണ് കുറച്ചുകൂടി വേരോട്ടത്തിനൊക്കെ നല്ലത്. അതുകൊണ്ട് ഞാൻ മണൽ നിറച്ചപ്പോൾ ഇത് നല്ല വെയിറ്റായി. അതിന് താങ്ങാൻ പറ്റാണ്ടായപ്പം ചെറിയൊരു കാറ്റ് വന്നപ്പോൾ തന്നെ അത് ആരുടെയും തലയിൽ വീഴാത്ത ഭാഗ്യം കേട്ടോ, അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇച്ചിരി ചകിരിച്ചോറ് അടിവളാക്കി കൊടുത്തിട്ട് ചെയ്യാമെന്ന്. എന്നിട്ട് ഇത് മാറ്റി നിറയ്ക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ തണ്ടുകൾ ഭയങ്കര സോഫ്റ്റാണ്. നമുക്കത് മാറ്റി നിറയ്ക്കാൻ നമുക്ക് മാറ്റി അങ്ങോട്ട് വെക്കാൻ വരെ പറ്റില്ല. അത് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ അതിൻ്റെ തണ്ടുകളൊക്കെ ഒടിഞ്ഞു പോകും. ആ ഒരു അവസ്ഥയിലായിരുന്നു. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇതിങ്ങ് മാറ്റി നിറച്ചത്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പെട്ടെന്ന് കഴിയുന്നു, പക്ഷേ ഇത് കുറേ സമയത്ത് പരിശ്രമമാണ് കേട്ടോ. കൊമ്പുകളൊന്നും പൊട്ടിപ്പോവാതെയൊക്കെ ചെയ്തത്. പിന്നെ നമ്മുടെ ചെടി നാശാകാൻ പാടില്ലല്ലോ എന്ന് വെച്ചാൽ, കാരണം ഇത് പൂത്ത് വരുന്നതേ ഉള്ളൂ. ഈ ഒരു ഓറഞ്ച് കളർ നല്ലതുപോലെ പൂത്ത് വരുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ നിറയ്ക്കുമ്പോൾ ഇതേ 2 കമ്പുകൾ ഇതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും ഇതിന് മുന്നേ ഇതുപോലെ പൊട്ടി വീണപ്പോൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് വാടിപ്പോയിട്ടൊന്നുമില്ല. പിന്നെ നിറച്ച് മുട്ടുകളാണ്. ഇത് കാണുമ്പോഴാണ് സങ്കടമാകുന്നത്. നിറച്ച് മുട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിങ്ങി വരാനുള്ള മുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ചെടി നാശാവാതെ ഏകദേശം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വെയിലൊന്നും അധികം തട്ടാത്ത സ്ഥലത്ത് 2 ദിവസം ഇതുപോലെ വെച്ചിട്ടൊന്ന് ഹാങ് ചെയ്തിടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു പോട്ടില്ലേ, ഇതിനൊന്നും സംഭവിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം പൊട്ടി വീണപ്പോൾ തന്നെ ഇതൊരെണ്ണം ഞാൻ ഇറക്കി താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതും പൊട്ടി പോവുമായിരുന്നു. അതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ ഇതിന് ഞാൻ ഇതുപോലത്തെ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു സ്റ്റിക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു പോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഇന്നർ പോട്ട് പോലെ ഇതങ്ങോട്ട് ഇറക്കി വെക്കുന്നേ ഉള്ളൂ. കാരണം ഇതൊന്നും ഞാൻ മാറ്റി നടാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ചെടി മുഴുവൻ നാശമാവും. അത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് അത് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിടുന്ന ആ ഒരു പോട്ടിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പിറ്റൂണിയ ചെടിയുടെ വിശേഷം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ പൂത്തിട്ടുണ്ട്. ആ ഒരു സങ്കടമാണ് എനിക്കത് പോയതിൻ്റെ സങ്കടമാണ്. നമ്മളൊരു ചെടി നട്ട് അതിലൊരു പൂവൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സങ്കടം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ഒരു സങ്കടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾ നമുക്ക് ചുമ്മാ കളയണ്ട, നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാം. എല്ലാം ഒന്ന് പരീക്ഷണമാണല്ലോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഈ ഒരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നശിക്കാതെ കിട്ടുമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതുപോലെ കുഞ്ഞു പോട്ടിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് സാഫ്, ഇതിൻ്റെ തുമ്പത്തെ ഈ ഒരു ഇലകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് സാഫൊക്കെ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് നട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു പോട്ടിൽ നട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് പിടിക്കുവാണെങ്കിൽ വലിയ പോട്ടിൽ നടാം. ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ലേ, ഇതുപോലത്തെ ഒരു കവർ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അതിൻ്റെ പൂവുകളൊക്കെ കളയാട്ടോ. ചിലപ്പോൾ അതിന് വെയിറ്റ് കൊണ്ട് ആ ചെടി നശിക്കാൻ കാരണമുണ്ട്. അതുകൊണ്ട് പൂവൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു ഈർപ്പം, നമ്മൾ പറയുന്നത് ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് അതിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കിളിപ്പും ഉണ്ടാവുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും പരീക്ഷണമാണല്ലോ. പിന്നെ അധികം വെയിലൊന്നും കൊള്ളാത്ത ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തുറന്ന് നോക്കുമെന്ന് വേണ്ട കേട്ടോ. വെള്ളം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒന്ന് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഏകദേശം കിട്ടും. അപ്പം ഞാനിത് മുന്നേ ഇതുപോലെ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു വയലറ്റിൻ്റെ ഇതുപോലെ ചെയ്തായിരുന്നു. ഒരു പർപ്പിൾ കളർ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ഒന്ന് ചട്ടിയിലോട്ട് മാറ്റിയത്. അപ്പോൾ അതിൻ്റെ ആ വലിയ ഇലകളൊക്കെ നാശമായിരുന്നേ ഉള്ളൂ. പക്ഷേ ആ കുഞ്ഞു ഇലകളൊക്കെ നല്ല ഫ്രഷായി കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കിളിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പം അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പോട്ടും കൂടി ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ട് കവർ ചെയ്തിട്ട് നമുക്കിതുപോലെ എടുത്ത് വെക്കാം. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് മണി പ്ലാന്റിലോട്ട് വരാം. അപ്പം ഞാനില്ലേ മണി പ്ലാന്റുകളൊക്കെ എല്ലാം തന്നെ ഇൻഡോറായിട്ട് വെച്ചിട്ടില്ല, കുറേയൊക്കെ പുറത്തുണ്ട് കേട്ടോ. ഞാൻ കുറേ പോട്ടിൽ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ആക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ 4 മൂലക്കും മണി പ്ലാന്റ് ഉണ്ടെന്ന് പറയാം. ഞാൻ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാരണം ഒരു സ്ഥലത്തൊന്ന് നശിച്ചു പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞു കമ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത് നല്ല ബുഷിയായി കിടപ്പുണ്ട്. അപ്പം ഇത് മുന്നേ ഇൻഡോർ വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പുറത്തെടുത്തുകൊണ്ട് വെച്ച് കുറച്ച് വളമൊക്കെ കൊടുത്തപ്പോൾ
അപ്പോൾ അത് നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച ചെടികളൊക്കെ ഇത്രയും നാളും പുറത്തായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് അകത്തോട്ട് വെച്ചത്. അകത്തോട്ട് വെച്ചപ്പോൾ നല്ല ബുഷിയായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിനൊക്കെ ഒരു വളം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പരീക്ഷണാർത്ഥം കൊടുത്താണ്. ഞാൻ ഇതുവരെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് മണി പ്ലാന്റ് ഒരു വളവും കൊടുത്തിട്ടുണ്ടായില്ല. നമ്മുടെ ഓർഗാനിക്കായ വളങ്ങൾ മാത്രമേ കൊടുത്തിട്ടുണ്ടായുള്ളൂ. നമ്മുടെ പാലിൻ്റെ പാക്കറ്റ് കഴുകുന്ന ആ ഒരു വെള്ളവും, പിന്നെ നമ്മുടെ എന്താ പറയുക മുട്ടത്തോട് പൊടിച്ചിട്ടും, പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പിന്നെ കഞ്ഞിവെള്ളം, അതുപോലെ അരി കഴുകിയ വെള്ളമൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ മണി പ്ലാന്റിന് കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് പുറത്തുനിന്നല്ല ഒരു പരീക്ഷണം നടത്താം. അപ്പം ഈ ഒരു ബുഷിയായിട്ട് ഈ ഒരു മണി പ്ലാന്റ് വരാനുള്ള ഒരു കാരണം നിങ്ങളെ കാണിച്ചു തരാം. അതുപോലത്തെ ഈ ബാക്കിയുള്ള മണി പ്ലാന്റുകളൊക്കെ ഞാൻ പരീക്ഷണം നടത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇലകളൊക്കെ നല്ല വലുതായിട്ടും ഗ്ലോസി ആയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഇവനാണ് കേട്ടോ കുറച്ച് ഉഷാറായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിനെ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് കേട്ടോ ആള്. നമ്മുടെ DAPയുടെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്, സോയിൽ ഫെർട്ടിലൈസറാണ്. ഇതിൻ്റെ പേരാണ് ഇൻഡോർ സ്പെഷ്യൽ. ഇൻഡോർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഓർഗാനിക് വളമാണ് കേട്ടോ. ഇതുകൊണ്ട് ഇടുന്നതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. ചെടി കരിഞ്ഞു അങ്ങനെയുള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 2-3 ദിവസം നല്ലതുപോലെ നനച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ സെയിം DAP പോലെ തന്നെ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ആണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മണിയായിട്ട് കടുകുമണിയൊക്കെ പോലെയാണ്. ആ ഒരു സെയിം രീതി തന്നെ നമ്മുടെ DAPയുടെ അതേ കാണാൻ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് സെറ്റായി വന്നോളും ചെടികൾ. അപ്പോൾ നമ്മൾ കുഞ്ഞു ബോട്ടിലാണെങ്കിൽ അതിൽ കുറച്ച് വലിയ പോട്ടാണെങ്കിൽ കുറച്ചധികവും അങ്ങനെയൊക്കെ നമ്മൾ DAP കൊടുക്കുന്ന രീതിയിൽ തന്നെ. അതൊരു ചെറിയൊരു പോട്ടൊക്കെ ആണെങ്കിൽ ഒരു 3-4 മണിയൊക്കെ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിലാണ് വെച്ചേക്കുന്ന പ്ലാന്റുകൾ വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ഒരു ഗ്ലാസ്സിലൊക്കെ വെച്ചേക്കുന്ന, ഒരു കുപ്പിയിലൊക്കെ വെച്ചേക്കുന്ന, ഗ്ലാസ് ബോട്ടിലൊക്കെ വെച്ചേക്കുവാണെങ്കിൽ ഒരു 2-3 മണിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മുടെ ചെടികളുടെ സൈഡ് വശത്തായിട്ട് നമ്മൾ മണ്ണിൽ വെക്കുവാണെങ്കിൽ സൈഡ് വശത്തായിട്ട് 2-3 മണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ദിവസം നല്ലതുപോലെ നനച്ച് കൊടുക്കുക. കാരണം ഇത് ഡൈല്യൂട്ട് ആണല്ലോ, നമ്മുടെ വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ആയാലാണ് ഇത് അലിഞ്ഞിറങ്ങുള്ളൂ. അപ്പോൾ ഇതുപോലെ സൈഡ് വഴി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വലിയ പോട്ടാണെങ്കിൽ അതിലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അതിലും വലിയ പോട്ടാണെങ്കിൽ അതിലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ പകുതിയൊക്കെ ഒരു വലിയ പോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം നമ്മൾ തന്നെ സൈഡ് വഴി ഇട്ട് കൊടുക്കണം. സെൻറ്ററിൽ കൊണ്ടുപോയിട്ടൊന്നും ഇട്ട് കൊടുക്കരുത്. വേരുകൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് എല്ലാത്തിനും തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. 100 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു ബോട്ടിലിന്. നമ്മുടെ നഴ്സറികളിലും അതുപോലെ വളമൊക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ കിട്ടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവിധ പരീക്ഷണം നടത്തിയിട്ട് ഒന്നിലും സക്സസ് ആകുന്നില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അത്ര പൈസയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പിന്നെ മണി പ്ലാന്റുകളിലും ഇതുപോലെ ഇൻഡോർ പ്ലാന്റുകളിലും ഇടുമ്പോൾ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കാൻ മറക്കരുത്. 2 ദിവസം നല്ലതുപോലെ നനച്ച് കൊടുക്കണം. പിന്നെ അത് ഇട്ടിട്ട് ഇൻഡോർ വെക്കും ഇടരുത്. കുറച്ച് ദിവസം പുറത്തെടുത്ത് വെച്ചിട്ട് തന്നെ ഇട്ടിട്ട് വെള്ളമൊക്കെ നനച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഈ ഒരു ഫിലോഡോൺഡ്രോണ് ഞാൻ ഇതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണിത്. ഇലയൊക്കെ നല്ല ഗ്ലോസി ആയിട്ട് വന്നിട്ടുണ്ട്. പുതുതായിട്ട് വരുന്ന ഇലകൾ കേട്ടോ. പഴയ ഇലകളാണ് അടിയിലൊക്കെ കിടക്കുന്നത്. പക്ഷേ പുതുതായിട്ട് വരുന്ന ഇലകൾ നല്ല ഗ്ലോസി ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെയും പുതുതായിട്ട് വരുന്ന ഇലകളൊക്കെ നല്ല ഗ്ലോസി ആയി നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഗാർഡനിങ് വീഡിയോ എന്ന് പറയുന്നത്. കുറച്ച് മണി പ്ലാന്റ് കെയറിങ്ങും അതുപോലെ നമ്മുടെ പിറ്റ്യൂണിയ ചെടിയുടെ കെയറിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗാർഡനിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.